നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ്, അതുപോലെ തന്നെ യൂട്യൂബ്, ഇവയെല്ലാം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോഡക്റ്റ് ആണ് നമുക്കറിയാലോ. എങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ആൻഡ് എന്താണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ? സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ്സ് മീ ഷിബിൽ ഹാറൂൺ, ഐ എം എ ഫ്ലട്ടർ ഡെവലപ്പർ. ആൻഡ് ഇറ്റ്സ് മീ മുഹമ്മദ് ഷാമിൽ, ഐ എം എ .NET ഡെവലപ്പർ. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോഡക്റ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട ഒരു ബേസിക് കാര്യമാണ് എന്താണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. First of all, software development is a process of creating, designing, testing and maintaining a software applications. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ എന്തൊരു കേസിൽ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ. ക്രൈറ്റീരിയയിൽ അതിനാദ്യം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും? എന്തൊക്കെ റിസോഴ്സ് വേണം, എന്തൊക്കെയാണ് അതിന്റെ ഓവറോൾ പ്ലാനിങ്, അനാലിസിസ് നടക്കുന്ന ഒരു പ്രൊസീജിയർ. അതിനെയാണ് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അല്ലേ. അതിനൊരു ഡിസൈൻ വേണം, പിന്നെ അതിനെ ടെസ്റ്റ് ചെയ്യണം. ഈവൻ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ടെസ്റ്റിംഗ് ചെയ്യണ്ടേ. എന്നിട്ടാണ് നമ്മൾ അതിനെന്ത് ചെയ്യുന്നത്, റിലീസ് ചെയ്യുന്നതും മീൻസ് റിലീസ് ചെയ്തതിന്റെ ശേഷം പ്രശ്നമൊന്നും നോക്കാൻ വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. ഇതൊരു ഓവറോൾ ലൈഫ് സൈക്കിളാണ്. സോ ഈ ലൈഫ് സൈക്കിൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, സംസാരിക്കാം. SDLC ഫേസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. സോ അതാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്താണ് നമ്മൾ പറഞ്ഞു, ബട്ട് ആക്ച്വലി എന്തിനായി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, എന്തിനാണ് സോഫ്റ്റ്വെയർ, എന്തിനാ? അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവല്ലോ, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ. അതെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനൊന്ന് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ ടു എന്താ പറയുക, ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഇ കൊമേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് ആമസോൺ അല്ലേ. വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് റാങ്കിങ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ആണ്. അതൊരു സോഫ്റ്റ്വെയർ ആണല്ലോ. അതിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും അറിയാം, നമുക്കൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ട് വിച്ച് ഇസ് നോട്ട് അവൈലബിൾ ഇൻ അവർ കൺട്രി എന്ന് വിചാരിക്കും. അതിന് നമുക്കിപ്പം ലഭിക്കും. എന്തുകൊണ്ടാണ്? ആമസോൺ ഒരു ഗ്ലോബൽ മാർക്കറ്റ് ആയതുകൊണ്ട് മാത്രം വ്യത്യസ്ത പ്രൊഡക്റ്റുകൾ ഫ്രം വ്യത്യസ്ത സ്റ്റേറ്റിലോ കൺട്രീസിലോ ഉള്ളത് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിന് അത് ഈസി ആയിട്ട് സോൾവ് ചെയ്തു. സോ ആക്ച്വലി അതൊരു പ്രോബ്ലം ആയിരുന്നു. അതായത് എനിക്കിപ്പോ ഫിസിക്കലി നമുക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യലൊക്കെ നടക്കുന്ന ടൈം എടുക്കുന്ന കാര്യം മാത്രം, ടൈമും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ എല്ലാം കൂടും. സോ ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് മാത്രം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോഡക്റ്റ് ഇവിടെ എത്തിക്കാൻ പറ്റും. സോ ആക്ച്വലി നമുക്ക് ഒരു പ്രോബ്ലം ഈ ഒരു സോഫ്റ്റ്വെയർ ത്രൂ നമുക്ക് സൊല്യൂഷനായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാമിൽ പറഞ്ഞൊരു കാര്യമാണ് സേവ്സ് ടൈം എന്നുള്ളൊരു കാര്യം. സോ അതിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇ കൊമേഴ്സ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്ത് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പേഴ്സണലി പോയിട്ട് ഒരു ഷോപ്പിൽ നോക്കണ്ടയോ ആ ഒരു പ്രൊഡക്റ്റിനെ ഒബ്സർവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഫോൺ യൂസ് ചെയ്ത് സെർച്ച് എഞ്ചിൻ അല്ലേ, എന്തൊരു വസ്തു നമുക്ക് പെർട്ടിക്കുലർലി സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെർച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെ കുറിച്ച് അന്വേഷിക്കണം, എന്നിട്ട് ആ ഷോപ്പിൽ പോകണം, ഇനി അവിടെ ഇല്ലെങ്കിൽ വേറെ ഷോപ്പിൽ ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റ് ആവും. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി ഇ കൊമേഴ്സ് ആപ്പിൽ അല്ലേ. അത്രയും സമയം ഒരു കാൽക്കുലേറ്ററിന്റെ ആപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ കോംപ്ലക്സ് കാൽക്കുലേഷൻ ഒക്കെ നമ്മൾ ചെയ്ത് കൂട്ടുകയാണെങ്കിൽ നല്ലോണം ടൈം പോകും. സോ ഈ കാൽക്കുലേറ്റർ ത്രൂ നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റും. സോ ടൈം സേവ് ചെയ്യും. പിന്നെ ഈ ഒരു ഇ കൊമേഴ്സ് നമ്മൾ പറയുന്നത് ആക്ച്വലി കസ്റ്റമർ സൈഡിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ബിസിനസ് സൈഡിൽ വേറെയും ഉണ്ട്. യെസ്, ബിസിനസ് സൈഡിലേക്ക് പോവാണെങ്കിൽ വളരെ വലിയൊരു മാർക്കറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും വലുതാണ്. സോ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. സോ ഇങ്ങനെ പല ബിസിനസ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ത്രൂ നടക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം കണക്ട് പീപ്പിൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. യെസ്, ലൈക്ക് സാധാരണ ഒരു ഷോപ്പ് തുടങ്ങുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ലൊക്കാലിറ്റി, അതിൻ്റെ ഒരു ഏരിയ, ഒരു റേഡിയസിലുള്ള അത്രയും ആൾ അല്ലെങ്കിൽ അവെയർ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുള്ളൂ അല്ലേ. പക്ഷെ ഗ്ലോബലി ഒരു ഇന്റർനെറ്റ് ആകുമ്പോൾ ഒരു ഫിസിക്കൽ അല്ല, അതുകൊണ്ട് തന്നെ ആർക്കും ഇന്റർനെറ്റ് ത്രൂ ആക്സസ് ചെയ്യാൻ പറ്റും, അത്രയും റീച്ച് കിട്ടും ഏറ്റവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു ആമസോൺ എന്ന് പറയുന്ന വേൾഡ് ക്ലാസ് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു കമ്പനിയായി നിൽക്കുന്നത്. അവരങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയതാ. സോ ഈ കണക്ടിവിറ്റി പറഞ്ഞപ്പോഴാണ് വേറെ പല കണക്ടിവിറ്റിയും കൂടി ഉണ്ട്. സോ എന്താണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒമേഗയുടെ ഒരു എക്സാമ്പിൾ എടുക്കാം. സോ ഒമേഗകളൊക്കെ ഒരു 2-3 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്, ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ അത് ത്രൂ ആക്ച്വലി നമുക്ക് ലോകത്തിലെ ഏത് ആൾക്കാരെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് എന്താ പറയാ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുക. സോ ഈ കാര്യങ്ങളൊക്കെ ഒമേഗൽ ത്രൂ നമുക്ക് പറ്റുന്നുണ്ട്. സോ അതുപോലെ തന്നെയാണ് പല സ്കൈപ്പ് ഒക്കെ വീഡിയോ ചാറ്റിങ്ങിന്. ഇപ്പം നമ്മളുടെ നാട്ടില് എസ്പെഷ്യലി എന്റെ ഫാദർ ഒക്കെ വർക്ക് ചെയ്യുന്നത് അബ്രോഡാ. ഞാൻ എങ്ങനെ കണക്ട് ചെയ്യുന്നത്, നിന്റെ ഫാമിലിയിലൊക്കെ അങ്ങനെ മെമ്പേഴ്സ് ഉണ്ടാവും. അതെ, നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു രീതി എന്താണ്, അന്ന് പണ്ടത്തെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ കോൾ ത്രൂ ആയിരിക്കും. അത് എക്സ്പെൻസീവ് ആണ് സംഭവം, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലാൻഡ് ലൈൻ ഒക്കെ വെച്ച് കോൺടാക്ട്, അതിങ്ങനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് ഇപ്പം പല അടിപൊളി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇപ്പൊ മീറ്റിന്റെ ഗൂഗിളിന്റെ സ്വന്തം വർക്ക്ഷോപ്പ് ആയിട്ട് മീറ്റ് ഉണ്ട്, സ്കൈപ്പ് ഉണ്ട്, ബോട്ടിം ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് എന്താ മെച്ചം, നമുക്ക് നമ്മളുടെ ബിലവ്ഡ് പേഴ്സൺസിനോട് ഒന്നും കൂടി അടുപ്പത്തിൽ സംസാരിക്കാനും മീറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അത്രയും ഡിസ്റ്റൻസ് ഉള്ളൊരു കണക്ഷൻ, അത്രയും ഡിസ്റ്റന്റ് ആയിട്ടുള്ള ലോങ് കണക്ഷൻ സിമ്പിൾ ആക്കി വരുന്ന സോഫ്റ്റ്വെയർസ് ആണെങ്കിലും ഫസ്റ്റ് സ്കൈപ്പിൽ കുറെ ലാക്ക് ചെയ്ത ഫാക്ടേഴ്സ് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, പിന്നെ IMO എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാറ്റ്ഫോം വന്നു. അതെ, അത് ട്രെൻഡിങ് ആയിരുന്നു. അതിന് ഒറ്റ ഡൗൺ സൈഡ് ആഡ്സ് മാത്രം.
IM വന്നു, പിന്നെ അതിനുശേഷം ഇപ്പോൾ ബോട്ടിം വന്നു. സോ ഈ സോഫ്റ്റ്വെയർസ് ഒരിക്കലും നിൽക്കുന്നില്ല. അതിന്റെ ഒരു ലാക്ക് ചെയ്യുന്ന ഫാക്ടർ എന്താണോ അതിനനുസരിച്ച് ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് ബിസിനസ് ആണ് ആക്ച്വലി. ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഇപ്പൊ ഇ-കൊമേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരു ബിസിനസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന വേറൊരു റിയാക്ഷൻ എന്താ അറിയോ, അഡീഷണൽ ജോബ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതെ, ഇപ്പോൾ ഗൂഗിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അതൊക്കെ പോട്ടെ, ഇ-കൊമേഴ്സ്, സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, സൊമാറ്റോ, അതിനെ കുറിച്ച് എന്തായാലും പറയണം. സൊമാറ്റോയുടെ കേസിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ സൊമാറ്റോ എന്താണ്, ഒരു റെസ്റ്റോറന്റ് ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻസ് ആണ് അല്ലേ, വേറൊരു സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ ആ സോഫ്റ്റ്വെയർ കൊണ്ട് ഉണ്ടാകുന്ന ഡെവലപ്പേഴ്സിന് മാത്രമാണ് ജോബ്, അല്ല ഡെലിവറി പല സെക്ടേഴ്സിലും. ഈവൻ റെസ്റ്റോറൻറ്റ്സ് മേക്കിംഗ് മണി ബിക്കോസ് ഓഫ് ദം. ഡെലിവറി ഓപ്പർച്യൂണിറ്റി, ഡെലിവറി എന്ന് പറയുന്ന ജോബ് തന്നെ ട്രെൻഡിങ് ആയത് സൊമാറ്റോ, സ്വിഗ്ഗി അങ്ങനത്തെ സംഘം വന്നുകൊണ്ടാണ്. അപ്പോൾ ഡെവലപ്പേഴ്സ് എല്ലാத்தைയും സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള ആൾക്കാർക്കും ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. സോ ഈ സൊമാറ്റോ പറഞ്ഞ തന്നെ വേറൊരു പ്ലാറ്റ്ഫോമാണ് ഊബർ. സോ ഊബർ ഉപയോഗിക്കാത്ത ഇപ്പോൾ ആൾക്കാരും വളരെ കുറവാണ്. സോ എല്ലാവർക്കും ഈ ഒരു ഊബർ എന്താണെന്ന് അറിയാം. ഇപ്പോൾ ആക്ച്വലി നമ്മളിപ്പോ റീസെന്റ് നമ്മളിപ്പോ കൊച്ചിയിൽ പോയപ്പോ അവിടെ നമ്മളിപ്പോ ഓട്ടോ വിളിക്കില്ല, ഡയറക്റ്റ് എന്താണ് ഊബർ കണക്ട് ചെയ്യാണ്, ഫോൺ വിളിക്കുന്നു, ഫോണിൽ ഊബർ ബുക്ക് ചെയ്യുന്നു. ഊബർ ജസ്റ്റ് എന്താണ് ഒരു സോഫ്റ്റ്വെയർ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു പേഴ്സൺ ഒന്ന് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടാക്കി വെച്ചൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആൾക്കാർ ജോബ് സീക്കുകയാണ്. ഒരു വണ്ടിയുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പിക്കപ്പ്, ഡെലിവറി, പിക്കപ്പ്, സീ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് പേഴ്സണലി ഒരു ജോബ് കിട്ടിയിട്ടുണ്ട്, അവരായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യുക, അവരായിട്ട് വണ്ടി ഇടിക്കുക, ഓടുക അല്ലേ, അങ്ങനെ ജോബ് ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല സെക്ടേഴ്സിലും എത്ര കണ്ടമാനം ജോബ്സ് ആണുള്ളത്. സോ വേറെ കാര്യം വെച്ചാൽ ഈ ഡെവലപ്പേഴ്സിന്റെ കേസിലാണെങ്കിലോ എത്ര അവർക്കുണ്ട്. അതെ, ഇതിപ്പം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, അതിന് ഫർദർ അപ്ഡേഷൻ വരുന്നുണ്ട്. ഇപ്പൊ എല്ലാ സ്റ്റാർട്ടപ്സിനും സ്വന്തമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഒരു വെബ്സൈറ്റ് എങ്കിലും ഉണ്ടാവും. സോ ഈ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡെവലപ്പേഴ്സ് വേണം ആക്ച്വലി. സോ അവർക്ക് നോക്കുകയാണെങ്കിൽ UI UX മുതൽ എത്ര ആൾക്കാർ വേണം അതിൽ പണിയെടുക്കുന്നത്. സോ അത്രയും ജോബ്സ് ആണ്, എക്കണോമി ബിൽഡ് ആവാണ്. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോഫ്റ്റ്വെയർസ് നമ്മളെ പല സെക്ടേഴ്സിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വരുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞു. സോ ഇത് നിൽക്കുന്നില്ല, ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇനിയും പറയാണ്ട്. ആക്ച്വലി സോഫ്റ്റ്വെയർസ് ഇല്ലാണ്ട് ഇപ്പൊ ഒരു എന്താ പറയാ, ഒന്നും നടക്കില്ല ആക്ച്വലി. നമ്മളൊരു ഈ ഒരു എറ എക്സ്പെഷ്യലി ബിൽഡ് ചെയ്തതും ഡെവലപ്പ് ചെയ്യുന്നതും വേണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ IT റെവല്യൂഷൻ എറ എന്ന് പറയാം. സോഫ്റ്റ്വെയർസ് ഇല്ലാത്തൊരു ലോകം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. നമ്മൾ അത്രയും ഡിപ്പെൻഡഡ് ആണ് ഇതിൽ ഇപ്പോൾ അല്ലേ. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഡെയിലി നെസസിറ്റി മൊത്തം സോഫ്റ്റ്വെയർസിൽ ഡിപ്പെൻഡഡ് ആണ്. എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംപ്ലിമെന്റഡ് ആയിരിക്കും. സോ സോഫ്റ്റ്വെയർസിന്റെ ഇമ്പോർട്ടൻസ് അത്രയും വലുതാണ്. അതെ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനെ കുറിച്ച് ഇത് മാത്രം അറിഞ്ഞാൽ പോരാ, അതിന്റെ ബേസിക്സും നമുക്ക് അറിയണം അല്ലേ. സോ എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്യുക? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരിക്കും. സോ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊളോക്കലി യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് അല്ല സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. പ്യുവർ ഇംഗ്ലീഷ് വെച്ച് നമുക്ക് പ്രോഗ്രാം ബിൽഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെതായ ലാംഗ്വേജസ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ലാംഗ്വേജസ് കുറേ ഉണ്ട്. ജാവ ആയിക്കോട്ടെ, ടെക്നിക്കലി അറിയാത്ത ആൾക്കാരും ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ ആണെന്നുള്ള അതൊക്കെ പല ആൾക്കാരും കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പൈത്തൺ, C#, ജാവ, സോ കുറെ ലാംഗ്വേജസ് ഉണ്ട്. ഫ്ലട്ടറിൽ ഞാൻ ഇപ്പോൾ ഫ്ലട്ടറിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഡാർട്ട് ആണ്. ഞാനിപ്പോൾ .NET യൂസ് ചെയ്യുന്ന C# ആണ്. .NET വേറെയും ലാംഗ്വേജസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ പല ലാംഗ്വേജസും കൂടിയിട്ടാണ് അതിന്റെ ഒരു ലോജിക്സ്, ആ ഒരു ലാംഗ്വേജിൽ ത്രൂ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ലോജിക്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാം നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. സോ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ഫ്രെയിംവർക്ക്സ്. ലൈബ്രറീസും ഉണ്ട്, ഫ്രെയിംവർക്കും ലൈബ്രറീസും ഉണ്ട്. സോ ഫ്രെയിംവർക്കും ലൈബ്രറീസും അല്ലേ. ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഒരു പ്രീസെറ്റ് ആണെന്ന് പറയാം, ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾസ് ആണെന്ന് പറയാം. നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്, ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ. ഈ ടൂളിൽ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യാം. പറയാം, ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് കുറച്ച് ലോജിക്സ് ഉണ്ട്, ആ ലോജിക്സ് ഞാൻ ലാംഗ്വേജ് ത്രൂ ഞാൻ ബിൽഡ് ചെയ്യും. എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമല്ലോ, പ്രീസെറ്റ്സിന്റെ ആവശ്യമുണ്ട്. ഫ്ലട്ടറിൽ പറയുകയാണെങ്കിൽ വിഡ്ജറ്റ്സ് എന്ന് പറയും. ഈ വിഡ്ജറ്റ്സിന്റെ ഒരു യൂസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ UI ആയാലും ബിൽഡ് ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിംവർക്ക് ത്രൂ ആണ്. സോ അതാണ് ആക്ച്വലി ചെയ്യുന്നത്. കുറച്ച് പ്രീസെറ്റ്സ് ആണ് ആക്ച്വലി. പിന്നെയുള്ളതാണ് ലൈബ്രറീസിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു ലൈബ്രറീസ് ആണ് ഒന്നും കൂടി ഒരു ഫ്രീഡം ടു ദ ഡെവലപ്പർ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഡെവലപ്പർക്ക് അയാളുടെ സ്വന്തമായിട്ടുള്ള ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. ലൈക്ക് അയാൾക്ക് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ടുള്ള തേർഡ് പാർട്ടീസ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ലൈബ്രറീസ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. റിയാക്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയാക്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് തേർഡ് പാർട്ടീസ് ആയിട്ടുള്ള പല ഐറ്റംസും പല ലൈബ്രറീസ് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്രീഡം ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഫ്രെയിംവർക്കിന്റെ കേസിൽ ഇപ്പോൾ .NET കേസിലാണെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, അതേ അതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചർ തരുന്ന വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും അതെ ആ ഒരു സെറ്റ് ഓഫ് പ്രോട്ടോകോൾ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. സോ അതാണ് ആക്ച്വലി ഒരു ഫ്രെയിംവർക്കും ലൈബ്രറീസും നമ്മളുണ്ട്. സോ ഇനി നമുക്ക്
എന്താണ് ഈ ഒരു ഫ്രണ്ട് എൻഡ് എന്താണ് എല്ലാവർക്കും ഡൗട്ടാണ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കേസിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ഒന്നും അറിയാത്ത ഒരാൾക്കും ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡ് ഉണ്ടെന്ന് അറിയായിരിക്കും. എന്താണ് ഫ്രണ്ട് എൻഡ്? ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇ കൊമേഴ്സിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്തല്ലോ അല്ലേ. നിങ്ങൾ ആസ് എ യൂസർ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് കാണുന്നോ അതാണ് ഫ്രണ്ട് എൻഡ്. ഒരു UI റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു റെസ്റ്റോറന്റ്, യെസ്, ഒരു റെസ്റ്റോറന്റിൽ നമ്മൾ പോവാണ്, അവിടെ കാണുന്ന ആംബിയൻസ്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന മെനു, അവർ ആസ് എ കസ്റ്റമർ നമ്മൾ എന്താണ് കാണുന്നത് അത് ആ ഒരു മെനു നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പല ചോയ്സസ് ഉണ്ടാവും. അതെ. സോ അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് കിച്ചൺ സൈഡിലാണ്. അതെ, അത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല, അത് ബാക്ക് എൻഡ് ആയതുകൊണ്ട് ബാക്ക് എൻഡ് ആയിട്ട് കാണിക്കും.